മക്കളെ, ഇന്ന് നമുക്ക് ബോൺസായി എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി ആണിത്. കവിത പഠത്തെ സമയ ഇൻ പ്രശ്നോം സെ ഗുസരെ. आंगन से गोद कर गमले में लगा देने से पौधे में क्या क्या परिवर्तन हो सकते हैं. മുറ്റത്ത് നിന്നും കിളച്ചെടുത്തിട്ട് കുഴിച്ചെടുത്തിട്ട് പൂച്ചട്ടിയിൽ വെച്ചിട്ടുള്ള ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുള്ള ലഗാ ദേനെ സെ പൗധേമേ ചെടിക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്? ക്യാ ക്യാ പരിവർത്തൻ ഹോ സക്തേ ഹെ. മുറ്റത്ത് നിന്ന് കുഴിച്ചെടുത്ത് ചെടിച്ചട്ടിയിൽ വെച്ച ചെടിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. पौधे को स्वाभाविक वातावरण से गोदकर घर के अंदर लगा देने से वह अस्तित्व गो बैठेगा. ചെടിയുടെ സ്വാഭാവികമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നും അതിനെ കുഴിച്ചെടുത്തിട്ട് വീടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുന്നത് കൊണ്ട് അതിന്റെ നിലനിൽപ്പ് തന്നെ നഷ്ടമാകുന്നു. ഉസ്കാ രൂപ് ബദൽ ജായേഗ. അതിന്റെ രൂപം മാറിപ്പോകാൻ സാധ്യതയുണ്ട്, മാറിപ്പോയേക്കാം. വികാസ് രുക് ജായേഗ. അതിന്റെ വളർച്ച നിന്നു പോയേക്കാം. പത്തേ ചോട്ടെ വ കംസോർ ഹോ ജായേങ്കെ. ഇലകൾ ചെറുതും ബലഹീനവുമായേക്കാം. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളാണ് അതിന് വരാൻ സാധ്യതയുള്ളത്. ഇനി അടുത്ത നോക്കാം. ഡ്രോയിങ് റൂം മേ ബോൺസായി കോ അതിഥി ലോക ആശ്ചര്യ സെ ക്യോം ദേഖ്തേ ഹോംഗെ. ഡ്രോയിങ് റൂമിലുള്ള ബോൺസായിയെ അതിഥികൾ വളരെയധികം ആശ്ചര്യത്തോടു കൂടി നോക്കാനുള്ള കാരണം എന്തായിരിക്കാം? अपना स्वाभाविक रूप गो बैठा बोनसाई लोगों के लिए मात्र एक नुमाइशी चीज है. സ്വന്തം സ്വാഭാവികമായിട്ടുള്ള രൂപം നഷ്ടപ്പെട്ട ബോൺസായി ജനങ്ങളിൽ ഒരു നുമായിഷി ചീസ്, ഒരു പ്രത്യേക കൗതുകം ഉണ്ടാക്കുന്ന ഒരു വസ്തുവായിരുന്നു. ലോഗ് ഉസ്ക അസ്വാഭാവിക രൂപ ദേഖ്കർ ആശ്ചര്യചകിത് ഹോ ജാത്തെ ഹെ. ജനങ്ങൾ അതിന്റെ അസ്വാഭാവികമായിട്ടുള്ള രൂപം കണ്ടിട്ട് ആശ്ചര്യചകിതരാവുകയാണ് ചെയ്യുന്നത്. धीरे धीरे मैं बोनसाई में तब्दील हो गई. इससे आपने क्या समझा? പതുക്കെ പതുക്കെ ഞാൻ ബോൺസായി ആയി മാറി. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? घर के अंदर गमले में रखे गए पौधे के लिए स्वाभाविक जीवन बिताने का कोई उपाय नहीं रहा. वह बोनसाई का रूप स्वीकार करने के लिए मजबूर हो गया. ഗർക്കെ അന്തർ, വീടിന്റെ ഉള്ളിൽ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുള്ള ചെടിക്ക് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായവും അവിടെ ഇല്ല. അതിനുവേണ്ടി അതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വഹ് ബോൺസായി കാ രൂപ സ്വീകാർ കർനെ കെ ലിയെ മജ്ബൂർ ഹോ ഗയാ. അത് ബോൺസായിയുടെ രൂപം സ്വീകരിക്കുന്നതിന് വേണ്ടി നിർബന്ധിതനാവുകയാണ്. അത് ആ ബോൺസായി രൂപം സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. मुझमें लगे फल फूल ने तुम्हें फिर डराया. इससे आपको क्या आशय मिलता है? മുജ്മേ ലഗേ ഫൽ ഫൂൽ, എന്നിലുണ്ടായിട്ടുള്ള പൂക്കളും പഴങ്ങളും നിങ്ങളെ ഭയപ്പെടുത്തി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ആശയം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംതൗർ പർ ബോൺസായി മേ ഫൽ ഫൂൽ ലഗ്താ നഹീ ഹേ. സാധാരണയായിട്ട് ബോൺസായില് പഴങ്ങളോ പൂക്കളോ ഒന്നും ഉണ്ടാവാറില്ല. മഗർ യഹാ കെ ബോൺസായി മേ ഫൽ ഫൂൽ ലഗ് ഗയേ. പക്ഷെ ഇവിടെയുള്ള ബോൺസായിക്ക് പൂക്കളും പഴങ്ങളും ഉണ്ടാകാൻ തുടങ്ങുന്നു. ഇസ് അപ്രത്യാശിത ഹാലത്ത് സേ മാലിക് പരേശാൻ ഹോ ഗയാ. ഈ അപ്രതീക്ഷിതമായിട്ടുള്ള അവസ്ഥയില് മാലിക് യജമാനൻ വിവശനാകുന്നു. बोनसाई में फल फूल लगने पर मालिक ने उसे घूरे पर क्यों फेंक दिया. ബോൺസായില് പഴങ്ങളും പൂക്കളും പഴങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ മാലിക് യജമാനൻ എന്തിനാണ് അവിടെയുള്ള ഉസേ അതിനെ കൂടെ കച്ചരേപ്പർ ചപ്പുചവറുകളിലേക്ക് എന്തിനാണ് വലിച്ചെറിഞ്ഞത് എന്നാണ് ചോദിച്ചത്. എന്തിനാണ് അതിനെ ചപ്പുചവറുകളിലേക്ക് വലിച്ചെറിയുന്നത് അതിൽ പൂക്കൾ ഉണ്ടായ സമയത്ത്? ബോൺസായി മേ ഫൽ ഫൂൽ ലഗ്ന മാലിക് കെ ലിയേ ഏക് ചുനൗത്തി ഹെ. ബോൺസായില് പഴങ്ങളും പൂക്കളൊക്കെ ഉണ്ടാവുക എന്നത് മാലിക്കിന് ഒരു
വെല്ലുവിളിയാണ്, ചുനൗത്തിയാണ്. ഇസ്ലിയെ മാലിക്കിനെ ഉസെ അപ്പനെ പാസ് രഖ്ന നഹീ ചാഹ. ഇതുകൊണ്ട് തന്നെ മാലിക് അതിനെ സ്വന്തം അതിന്റെ കയ്യിൽ വെക്കാൻ വേണ്ടി അത് ആഗ്രഹിക്കുന്നില്ല. അപ്പനെ പാസ് അതിന്റെ അരികിൽ വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഉസെ ഗൂരെ പർ ഫേങ്ക് ദിയ. അതിനെ ചപ്പുചവറുകളിലേക്ക് വലിച്ചെറിഞ്ഞു. കൂടെ കച്ചരെ പർ ഫേങ്ക് ദിയ. गूरे पर बोनसाई की जड़ें और फैल गई का मतलब क्या है? അതായത് കൂടെ കച്ചരെ പർ ബോൺസായി കൂടെ കച്ചരെ പർ ചപ്പുചവറുകളില് ബോൺസായിയുടെ വേരുകള് വേരുകൾ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വഹാം പർ ബോൺസായിക്കോ ബെഡ്നേക്കാ മൗക്കാമില്ല. അതായത് അവിടെ ഈ ബോൺസായിക്ക് വളരാനുള്ള ഒരു അവസരം, ഒരു സാഹചര്യം ലഭിക്കുകയാണ്. വളരാൻ വേണ്ടി അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ആ ബോൺസായിക്ക് അവിടെ ലഭിക്കുന്നത്. അനുകൂൽ വാതാവരൺ സേ മിലി താക്കത്ത് സേ ഉസ്കി ജഡേൻ ഫൈൽ ഗയി. അനുകൂലമായിട്ടുള്ള ആ വാതാവരണം, അനുകൂലമായിട്ടുള്ള സാഹചര്യത്തില് ചുറ്റുപാടില് അതിന്റെ ആ വേരുകൾ ശക്തമാവുകയും അവിടം വ്യാപിക്കുകയും ചെയ്യുന്നു. അവിടങ്ങളിലാകെ വ്യാപിച്ച് അത് ശക്തമാവുകയാണ്. അതായത് വളരാനുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ എന്തും വളരാൻ വേണ്ടിയിട്ട് സന്നദ്ധനാവും. അത് വളരാനുള്ള ഒരു വളർച്ച അതിനുണ്ടാകും എന്നാണ് പറഞ്ഞത്. गूरे पर बोनसाई की जड़ें और फैल गई का मतलब कविता से विशेष अर्थ को सूचित करने वाले शब्दों को पहचाने. കവിതയിൽ വിശേഷ അർത്ഥം സൂചിപ്പിച്ചിരിക്കുന്ന ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? ബോൺസായി, ആങ്കൺ, ഇതുപോലെയുള്ളത് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നു. ബോൺസായി, ആങ്കൺ, അതുപോലെയുള്ളത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോൺസായി, ആങ്കൺ, ഗമല, ഡ്രോയിങ് റൂം, मौसम, फल फूल, जड़ें आदि शब्द विशेष अर्थ की और संकेत करते हैं. आंगन से गोदना, तब्दील होना, मौसम करवट लेना, उगाड़ फेंकना आदि പ്രതിബന്ധ കുച്ച് ആർ അർത്ഥ ദേത്തെ. ഇതും കുറച്ച് അർത്ഥം നൽകുന്നവ തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലുള്ള നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസറുകളൊക്കെ നോക്കി ഇനി നമുക്ക് അടുത്തത് ബോൺസായി കിൻ കിൻ കെ പ്രതീക് ഹോ സക്തേ ഹേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോൺസായി എന്തിന്റെയൊക്കെ പ്രതീകമായിട്ടാണ് ഇവിടെ കവയത്രി പറഞ്ഞിരിക്കുന്നത്? എന്തിന്റെയൊക്കെ പ്രതീകങ്ങളാണ്? സ്ത്രീയുടെ പ്രതീകമായിട്ട് പറയാം. അതുപോലെ തന്നെ ഗരീബ് ദരിദ്രന്റെ, ശോഷക വർഗം ചൂഷണം ചെയ്യപ്പെടുന്ന വർഗം, ഗുലാം അടിമ, അതുപോലെ തന്നെ കർഷകൻ അല്ലെ, കിസാൻ, അതൊക്കെ നമുക്ക് എന്തായിട്ട് എടുക്കാം? പ്രതീകമായിട്ട് എടുക്കാം. ഇനി അടുത്ത് നോക്കാം. ക്യാ ബോൺസായി കിസി വിശേഷ അർത്ഥയ്ക്ക് സൂചന ദേത്തെ ഹേ? ബോൺസായി ഏതെങ്കിലും വിശേഷമായിട്ടുള്ള അർത്ഥം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോൺസായി നമ്മുടെ ഈ കവിത ബോൺസായി ഇത് വിശേഷമായിട്ടുള്ളൊരു അർത്ഥം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടോ? അർത്ഥയ്ക്ക് സൂചന വിശേഷ അർത്ഥയ്ക്ക് സൂചന ദേത്ത ഹേ അല്ലെ. ആസ്വാദൻ ടിപ്പണി ലിഖേ. ഇനി അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന 2 ക്വസ്റ്റ്യന്റെ ആൻസറും കൂടെ നമ്മളുടെ ഈ ആസ്വാദൻ ടിപ്പണിയിൽ ഉണ്ടായിരിക്കണം അല്ലെ. ആസ്വാദൻ ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോൺസായി കവിത की रूप परक और आशय परक विशेषताओं का परिचय देते हुए आस्वादन टिप्पणी लिखिए. ഇനി നമുക്ക് നോക്കാം. ആസ്വാദൻ ടിപ്പണി എഴുതിയത് നമ്മുടെ ഈ ബോൺസായി എന്ന കവിതയുടെ ടിപ്പണിയാണ്. उषा उपाध्याय से लिखा हुआ एक प्रतीकात्मक कविता है बोनसाई. ഉഷാ ഉപാധ്യായ് എഴുതിയിട്ടുള്ള ഒരു പ്രതീകാത്മക എന്നത് ഇവിടെ അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മുകളിലേക്ക് ഇങ്ങനെ എഴുതിയത് കേട്ടോ. പ്രതീകാത്മക ഇങ്ങനെയാണ് വരിക. തായും കായും ഇവിടെ മാറി വന്നിട്ടുണ്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത്. പ്രതീകാത്മക കവിത ഹേ ബോൺസായി. ബോൺസായി എന്നത് ഉഷാ ഉപാധ്യായ എഴുതിയിട്ടുള്ള ഒരു പ്രതീകാത്മക കവിതയാണ്. कवयत्री ने एक पेड़ के दृष्टिकोण से शोषित वर्ग के बारे में वर्णन किया है. കവയത്രി ഒരു മരത്തിന്റെ ദൃഷ്ടികോണിലാണ് ഈ ചൂഷണം ചെയ്യപ്പെടുന്ന വർഗത്തിനെ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. സ്ത്രീ, ഗരീബ്, ഗുലാം और किसान को भी यहाँ सूचित करता है. ഇവിടെ സ്ത്രീകളെ, അതുപോലെ തന്നെ ദരിദ്രരെ, അടിമകളെ, കർഷകരെ ഒക്കെ ഇവിടെ നമുക്ക് അതിന് പ്രതീകമായിട്ട് എടുക്കാം. ഇങ്ങനെയുള്ളൊരു ബോൺസായി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി ഈ പറഞ്ഞവരെയൊക്കെ എടുക്കാം. സ്ത്രീകളാവാം, ഗരീബാവാം, ഗുലാമാവാം, കിസാൻ നമുക്ക് എടുക്കാൻ പ്രതീകമായിട്ട് എടുക്കാൻ പറ്റും.
इस स्त्री को समाज एक सजावटी वस्तु के रूप में देखा जाता है. സ്ത്രീകളെ സമൂഹം ഒരു അലങ്കാര വസ്തുവായിട്ടാണ് കാണുന്നത്. शोषित वर्ग अपनी स्वतंत्रता और इच्छा प्रकट करने लगती है तो समाज डरने लगता है. ശോഷിത വർഗ ചൂഷണം ചെയ്യപ്പെടുന്നവരെ ശോഷിത് അപ്പനി സ്വതന്ത്രത ഓർ ഇച്ഛ അതായത് സ്ത്രീ വേണം കൂടെ എഴുതാം. ശോഷിത വർഗത്തിനടുത്ത് സ്ത്രീ എന്ന് എഴുതാം. സ്ത്രീ അപ്പനി സ്വതന്ത്രത സ്ത്രീകൾ സ്വന്തം സ്വാതന്ത്ര്യം അതായത് ശോഷിത വർഗമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പനി സ്വതന്ത്രത ഓർ ഇച്ഛ സ്വന്തം സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ആഗ്രഹവും പ്രകടമാക്കാൻ തുടങ്ങുന്ന സമയത്ത് സമാജ് ഡർനെ ലഗ്താ ഹെ സമൂഹം ഭയപ്പെടുന്നു. कविता में कहता है कि आंगन से पौधे को गोदकर ബോൺസായി बनकर സജാവട്ടി रूम में ഡ്രോയിങ് रूम में रखता है. കവിതയിൽ പറയുന്നു മുറ്റത്തു നിന്നും കുഴിച്ചെടുത്ത പൗതേക്കോ ചെടിയെ ബോൺസായി രൂപത്തിൽ അലങ്കരിച്ച് ഡ്രോയിങ് റൂമിൽ വെക്കുന്നു. ലേക്കിൻ ഉസ്മേ ഫൂൽ और फल लग गए तो घरवाले लग गए तो ഇല്ല ട്ടോ. ലഗ് ഗയ തോ ഗർവാല ഡർ ഗയ. എന്താണ് ഈ വട്ടട്ടതില്ലേ ഇത് വേണ്ടാത്തതാണ് കേട്ടോ. പ്രിന്റ് ചെയ്യുമ്പോൾ വന്നതാണ്. അപ്പൊ ലേക്കിൻ ഉസ്മേ ഫൂൽ ആർ ഫൽ ലഗയത്തോ എന്നാൽ ഇതിൽ പൂക്കളും പഴങ്ങളും ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ ഗർവാല ഡർ ഗയ എന്താണ് നമ്മുടെ ഗർവാല വീട്ടുകാർ എന്ത് ചെയ്യുന്നു ഭയപ്പെടുന്നു. ബോൺസായിക്കോ കൂടെ കച്ചറ പർ ഫേങ്ക് ദിയ ബോൺസായി എന്ത് ചെയ്യുന്നു കൂടെ കച്ചറയിലേക്ക് വേസ്റ്റിലേക്ക് അതായത് ചപ്പുചവറുകളിലേക്ക് വലിച്ചെറിയുന്നു. ലേക്കിൻ വഹാ ബോൺസായി ക ജഡ് ഫയൽ ഗി എന്നാൽ അവിടെ ബോൺസായിയുടെ വേരുകൾ വ്യാപിക്കുകയാണ് ചെയ്തത്. കവിതാക്കി ഭാഷ സരൾ ഓർ സഹജ് ഹെ കവിതയുടെ ഭാഷ സരളവും ശക്തവുമാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെറുതായിട്ടാണ് വളരെ ഷോർട്ടായിട്ടാണ് നമ്മളിവിടെ ഈ കവിതയുടെ ആശയം എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കവിതയുടെ ടിപ്പണി എഴുതാൻ പറഞ്ഞാലും കവിതയുടെ ആശയം എഴുതുക എന്ന് ചോദിച്ചാലും ആസ്വാദനക്കുറിപ്പ് ഇപ്പോൾ ചോദിച്ചാലും ഒക്കെ നിങ്ങൾക്ക് ഇത് മാത്രം തന്നെ എഴുതിയാൽ മതി. ഏത് വരിയുടെ ആശയം ചോദിച്ചു കഴിഞ്ഞാലും ഇത് മുഴുവനായിട്ട് പഠിച്ചു വെക്കുക, അത് തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. എല്ലാവരും നോക്കിയിട്ട് എഴുതിയെടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് ദയവ് ചെയ്തിട്ട് എന്നെ അറിയിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റുകൾ പറയുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ.